വെൽക്കം. ഓഫ്, വേണ്ടായിരുന്നു ഇത്രയും വെൽക്കമിങ്. താങ്ക് യു സോ മച്ച്. ഇത്രയും വെൽക്കമിങ് വേണ്ടായിരുന്നു. ചന്ദ്ര 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 ബോസ് 31/07/1998. നാഷണാലിറ്റി ഇവിടെ ഉള്ളതാണ്. പുറത്ത് ഇന്ത്യ. സിയോണിലെ പീഡി അങ്ങ് നമുക്ക് എടുത്താലോ? സിയോണിലെ പീഡിക്ക് അറിയാമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുക. എന്താ പറയണം, ക്യാരക്ടറൊക്കെ ഉണ്ടോ അതിന്? ക്ലോത്തിങ് മെനു. ഓക്കെ, ഇപ്പൊ ജോലനെ കടിച്ചിറക്കും കേട്ടോ ഞാൻ. വെയിറ്റ്. ബെഡ്, ഫേസ്, ഫേസ്, ശാപ ശാപ. ആ, ആരിപ്പോ അങ്ങോട്ട് പോയേ? അച്ഛനെ പുതിയതാണാ? സിറ്റി പുതിയതാണോ ഡേ? അതെ അതെ. ആ, പേരെന്താണ്? വെട്ട് പിന്നിയാ? ദില്ലി. ഇന്ന് വന്നേ ഉള്ളൂ? ഇപ്പൊ വന്നേ ഉള്ളൂ? ഹലോ. അതെ, ഇപ്പൊ വന്നേള്ളൂ. കയ്യിലൊരു 1,00,000 രൂപ ഉണ്ട്, അതിങ്ങതാ. ഇല്ല കയ്യിലില്ല. നൈസായിട്ട് ഡേ. ഞാനാണ് ഇവിടുത്തെ മെയിൻ ആട്ടാ. ഇവിടെ വലിയ വിഷയങ്ങളാവും. ഓടാ ഡേ. വെട്ട് ബെന്നി ഡേ. ഇടിച്ചു കൂട്ടോ എവിടെ ഡേ. ഞാൻ വലിയ കിടിലാണേ. അച്ഛനെ വേണ്ട കേട്ടാ. ഓഡിയോ സ്കെച്ച് ചെയ്ത് ഭയങ്കരമായിട്ട് അടുപ്പിക്കും കേട്ടാ. ഓട്ടിച്ചിട്ട് ഇടിച്ചോളെ. നില്ലടാ അവിടെ. തോക്കെടുക്കട്ടെ ഞാൻ. ആ, എന്നെ കൂടെ തോക്കെടുപ്പിക്കില്ലേ കേട്ടാ. ഞാൻ ഇച്ചിരി പ്രശ്നമാണേ. നിന്റെ കയ്യില് ഇതുണ്ടാ? വണ്ടി ഉണ്ടാ? ഹലോ. ഹലോ. നിന്റെ കയ്യിൽ വണ്ടി ഉണ്ടോ? ഇപ്പൊ ഞാൻ വന്നിട്ടല്ലേ ഉള്ളൂ. എനിക്ക് അറിഞ്ഞോടാ വണ്ടി എവിടെ നിന്ന് എടുക്കുന്നേ. ആ, വാ വണ്ടി ഒന്നും ഇല്ലെങ്കിൽ വാ. ഞാൻ അങ്ങോട്ട് വിടാം. പേരെന്താ? എന്റെ പേര് ബോസ്. ബോസാണോ? ആ, ബോസാണ്. വാ ചാടി വാ. വാ. നിനക്ക് എന്താ ഈ സിറ്റി കയറിന്റെ മോട്ടീവ് എന്താണ്? ഹലോ, കേക്കാവിടെ? ഓ ഹലോ, സിറ്റി കയറിന്റെ മോട്ടീവ് എന്താ അവിടെ? പേരില്ലാത്ത അനിയൻ. നീനെന്ത് പേരില്ലാത്ത? എന്തൊക്കെയാ നീ പറയുന്നേ? അനിയന്റെ പേരില്ലെന്നാ? എന്താ ബോസ് വേർ? അലക്സാണ്ടർ ഗിജിയോ. ഓ, ആരായിട്ട് വിളിക്കുന്നു? കേറി. ഇതൊക്കെ മിസ് ചെയ്യണട്ടെ. കേറി. നമ്മളിവിടെ കുറച്ചാളുണ്ട്. അതിന്റെയാണ് ഈ വണ്ടിയൊക്കെ. കണ്ടല്ലോ. വട്ടാണോടാ എനക്ക്? കൊല്ലത്തിലടാ എന്റെ വീട്. ഹായ്. ഹലോ. ഐസറൊന്ന് കയറിക്കോ. മച്ചാൻ വണ്ടി ഓടിക്കാൻ തരാമോ? ഹലോ മച്ചു എന്തോ പറഞ്ഞു. ആലീസാണ്. വണ്ടി സേവ് എടാ. നിന്റെ അനിയന്റെ പേരെന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ നീ എന്തോന്ന് പറഞ്ഞ് നീ കേസ് കൊടുക്കും ഇവിടെ? എന്റെ പേരറിയാത്തന്റെ
മച്ചാൻ ഈ ബൈക്ക് ഓടിക്കാൻ തരുമോ? താങ്ക്സ് നീ എന്താ ഈ വേഷത്തിലെടുത്ത് ഷർട്ട് ഇറങ്ങാം. ബ്രോ. കലിപ്പാണാ? ഇവനോട് ഷർട്ട് ഇട്ട് ഇറങ്ങാം. ഹലോ എന്താ ഇല്ലപ്പ ചേറാ? ഹലോ ആ ഇത് ഗ്യാങ് ഹൗസ് ഏത് ഗ്യാങ് ഹൗസ്? അവിടെ എഴുതി വെച്ചിട്ടില്ലേ? BR ഫോണിക്സ്. എന്തോ ഇത് കവാടോ? രാജഭരണത്തിലാണോ ഇപ്പഴും ജീവിക്കണേ? അയ്യോ മരിക്കാൻ ഓരോരുത്തന്മാര് ഇറങ്ങിക്കൊണ്ട് വണ്ടിയും കൊണ്ട് നായിന്റെ മക്കള്. ബ്രോ ഫ്രണ്ട് ഒക്കെ അറിയാം. ഫ്രണ്ട് പൊക്കാറിയാ? നീ ഇങ്ങോട്ട് വാ, ഫ്രണ്ടിലോട്ട് വന്നിരി. വണ്ടിയുടെ വണ്ടി എടുത്തോ. നമ്മുടെ വണ്ടി എല്ലാം നമ്മുടെ വണ്ടി തന്നെ, സ്വന്തം വണ്ടി. ഊമ്പി ഇറങ്ങിക്കോ. ഈ ഇതുപോലത്തെ വണ്ടി എടുത്തതിനാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഈ സിറ്റി വരേണ്ട ഇത് ആവശ്യം വന്ന. അറിയാ ഇതെന്താ മാന്ത്രിക വടിയാ തറയില്? തോക്ക എന്ത് കളറായത്? കേറിയാണ്. നിന്റെ അതിനപ്പം നീ എങ്ങനെ കണ്ടുപിടിക്കണം? നിന്റെ പ്ലാൻ എങ്ങനെയാണ്? എന്നാ നമുക്ക് അതിനനുസരിച്ച് മൂവ് ചെയ്യാം. ഇവിടത്തെ എന്താ അറിയോ, ഇവിടെ ഡൈനിങ് ഏരിയ ഉണ്ടെങ്കിൽ വൈബ് സ്ഥലം. വാ, ഒരു പെണ്ണിനെയും കൊണ്ട് വരാൻ പറ്റിയ സ്ഥലം അല്ലേ? ചേട്ടാ ചായ തുറന്നിട്ടേക്കണം എല്ലായിടത്തും. ഓഫീസൊക്കെ ഉണ്ടല്ലോ. സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് ഇവിടെ സ്വന്തമായിട്ട് കുക്ക് ചെയ്തായിരിക്കണം കേട്ടോ. അല്ലേ ഫ്രഷ് എടുത്തോണ്ടൊക്കെ പോയാലോ? ഇവിടെ ജോലിക്ക് കയറിയാലോ? പൈ ഓർ ഡൈ എന്ന് പറഞ്ഞ കാശൊക്കെ നോക്കി ചെലവാക്കണേ. ബീഫ് ബോക്ക് ചോയ് 5, ചിക്കൻ റാപ്പ് 5, ജാസ്മിൻ ഐസ് ടീ 5, ഡ്രം സ്റ്റിക്ക് 5. എന്തൊക്കെയാ ഉള്ള ഇവിടെ? നല്ല പഴംപൊരി. ഓക്കെ 5 പഴംപൊരി വെച്ചേക്കാൻ. ആരെങ്കിലും പറയുമ്പോഴത്തേക്ക് വാലിട്ട് ഇടിച്ചേരി കൊടുക്കാം. ആ ഹലോ, ചന്തലപ്പെട്ട് വരുവാണോ ചേട്ടാ? ഹലോ ഹായ്, ഇതെന്താ പരിപാടി? ഹായ്, നിങ്ങൾ ഇവിടുത്തെ ഓർഡറാണോ? ഓണർ. ഓ ഓർഡർ ആണല്ലേ. ഇവിടെ ഇത് ആൾക്കാരെ നോക്കുന്നുണ്ടോ? ഇവിടെ ജോലിക്ക് ആളെ നോക്കുന്നുണ്ടോ? ജോലിക്ക് നമ്മള് ഇപ്പൊ നോക്കുന്നുണ്ട്. നമ്മളിപ്പോ 2 ആളെ ഇപ്പൊ എടുത്ത് നല്ല രീതിയിൽ പൊറോട്ട അടിക്കുന്ന 2 പയ്യന്മാരുണ്ട്. ഇയാളാണാ? ആ ഞാനും അവനും നല്ല രീതിയിൽ ഇത് മാവ് കഴിക്കും. സ്റ്റോക്ക് ഇടണെങ്കിൽ നമ്മള് കയറ്റാം. പ്ലീസ് ബ്രോ, എന്തേലും സിറ്റിയിൽ പുതിയതാണ് ബ്രോ, എന്തേലും ജോലി തരണം. ഞങ്ങക്ക് വേറെ വഴിയൊന്നുമില്ല ജീവിക്കാനേ. സ്റ്റോക്ക് ഇടുമെങ്കിൽ തരാ ജോബ്. ആ സ്റ്റോക്ക് ഇടാം, ഇപ്പൊ തന്നെ ഇടാം. ഈ ജോലി നമ്മളിപ്പോ ഇപ്പൊ തന്നെ തൊഴിലാൻ കേറുവാ. നമുക്ക് ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കാവോ ഫ്രീ ആയിട്ട്? അപ്പൊ ഫ്രീ ഫുഡ് കഴിക്കാൻ പറ്റും. ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നയിച്ചാൽ തരാം. എന്റെ മുതലാളിയാണല്ലേ നിങ്ങൾ ഫ്രണ്ട് ഇരിക്കുന്നത്? ഞാൻ മുതലാളി വിളിച്ചോട്ടെ. വിളിച്ചോ മുതലാളി. അപ്പൊ ജോലി എങ്ങനെ ഇട്ട് തരണേ? ആദ്യമായിട്ട് ഒരാൾ മുതലാളിന്ന് വിളിക്കണേ. കൊറേ എംപ്ലോയീസ് ഉണ്ട്. അഡ്മിനെ സർജിയോണിക്സാ. ഹലോ, ജോബ് കൊടുക്കണായിരുന്നു. റോള് ഇവിടെ കിട്ടിയത് പറയണോ? ഫസ്റ്റ് ഇടന്നല്ല, ഫസ്റ്റ് ഞാൻ പറയാം. ഇട്ടുണ്ട്. ഇനി അഡ്മിൻ വിളിച്ചാൽ മതി. ഞാൻ നല്ല പയ്യനെ, ഞാൻ ഇവിടെ കയറി പൊറോട്ടയൊക്കെ അടിച്ച് ജീവിച്ചോളാം. എനിക്കുള്ള കാലം മൊത്തം. എത്ര സിറ്റി വന്നിട്ട്? ഞാൻ ഇപ്പൊ 8 വർഷം വന്നിട്ടുള്ളൂ. ബർഗർ ഷോട്ട്. ഹലോ നമസ്കാരം. ഞാൻ പുറത്ത് ഇതിട്ടുണ്ട് അതുകൂടി. പിന്നെ റോളും
അഡ്മിന്റെ ഒക്കെ മനസ്സിലായിരിക്കും സെർവറിനെ മുടിപ്പിക്കാൻ വന്നു പുണ്ടച്ചി ഇവനൊക്കെ ഇനി എന്ത് ചെയ്യണം ഇവന്റെ ഒക്കെ പുറകെ നടക്കണമല്ലോ ഇനി ഇതൊക്കെ ആയിരിക്കും ആലോചിക്കണേ ആൾക്കാരെ കൊന്ന് ഹലോ ഫുഡ് സ്റ്റോക്കിന് ഈ ഫുഡ് ബ്രോ അനിയനെ കിട്ടി നമുക്കില്ലേ വെട്ടുതില്ലി നടത്തുന്ന ഒരു അൺഎക്സ്പെക്ടഡ് മോശം അനുഭവം ഉണ്ടായിട്ടോ. ഇതാരാണ് അളിയ അറിയണതാണ് നീകനാണ് ജോബിന് വന്നാ പറഞ്ഞു. ഇന്നല്ല അളിയെ വിളിച്ച അപ്പൊ തന്നെ ഫ്ലൈറ്റ് കയറിക്ക് വന്ന വഴി വിഗൊക്കെ ഇളകി പോയേ. വിഗ് ഡ്രസ്സൊന്നുമില്ല. എന്തിനാളിയാ അളിയാ പിന്നല്ലേ അളിയില്ലാത്തത് അവിടെ ഫുൾ പ്രശ്നങ്ങളായിരുന്നു. അളി ഇതെല്ലാം അറിയണ്ട പിന്നല്ല ഫുൾ പാക്ക് ഒരാൾ കൂടി അപ്പൊ റോൾ നാളെ കൊടുക്കാവോ? ഇന്നീള ഒരു അന്യായിട്ട് നിക്കട്ടെ. നാളെ ഒരു നല്ല ബാഗ് എടുത്തൊക്കെയാണ് ഇവിടെ ജോബിന് വന്നിട്ടത്. എന്തിനാ ഒരു വാക്ക് പറയണ്ടെങ്കിൽ പോയല്ലേ അളിയന്നെ അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ നിന്ന് വരേണ്ടി ഒരാൾ വന്ന ആരെങ്കിലും നീ ഒന്ന് പോയേ വെട്ടും നമുക്കിവിടെ എന്താണ് ഇവിടെ അളയെ പറഞ്ഞുതരാം. ഓ ഞാൻ വന്ന വഴിക്ക് വിഗൊക്കെ പറന്നു പോയി. ഒരു മിനിറ്റ് എടാ ഞാൻ മുതലാളിയോട് സംസാരിട്ട് പോരാ. പോയിട്ട് അതെ മുതലാളി എനിക്കൊരു 5 മിനിറ്റ് എന്റെ സുഹൃത്താണ് ഒന്ന് സംസാരിച്ചിട്ട് വന്നോട്ടെ. 5 മിനിറ്റ് സമയം തരാമോ? അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഇപ്പൊ കയറാം. 5 മിനിറ്റ്. അളിയ നമ്മൾ എന്തിനാ ഇവിടെ ഒന്ന് ചായ അടിക്കണം? നമുക്ക് എടാ നീ അങ്ങോട്ട് നീ അവിടെ പോയിട്ട് പാത്രങ്ങളൊക്കെ അടിക്കോ? ഞാൻ താ പറഞ്ഞു ചെല്ല്. നമ്മൾ അവിടെ ആരായിരുന്നോ എന്തായിരുന്നോ ഒന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ പൊറോട്ട അടിയാണ് പരിപാടി. പൊറോട്ട അടി ചായ സീക്രട്ട് മിഷൻ ആണോ? എന്നോട് പറയണം. ഇത് സീക്രട്ട് മിഷൻ ഒന്നുമല്ല. ഇവിടെ ജീവിക്കണ്ടേ? ഇവിടെ സമാധാനമായിട്ട് കുറച്ച് നാള് സമാധാനമായിട്ട് സന്തോഷമായിട്ടും എല്ലാരായിട്ടും ഭയങ്കര നല്ല രീതിയിൽ ഒരു ഇത് പുലർത്തി പോകാനാണ് വന്നേക്കണം. നീ ആയിട്ട് ദയവ് ചെയ്ത് കഴിക്കാൻ പറഞ്ഞിട്ട് നാളെ കഴിയെന്ന് പറഞ്ഞ് വായിലിടിച്ചു കയറ്റാൻ ഒന്നും പോലെ നമ്മൾ അവിടത്തെ ആ ഒരു പ്രതാപമൊന്നും ഇല്ല ഇവിടെ. നമ്മളിവിടെ ഇവിടെ ആ തലയില് ആ ചുവന്ന മുടിയില്ലേ അതാണ് നമ്മുടെ മുതലാളി. പുള്ളി എല്ലാ ദിവസവും വൈകിട്ട് നമുക്ക് എന്തേലും തരും. ഒരു 10 2000 അത് വാങ്ങിക്കുക കഴിക്കുക സന്തോഷായിട്ട് പോവാ. എന്തൊക്കെയുണ്ട്? ഹലോ സമ്മതിക്കില്ലല്ലേ സാർ പറയൂ. സാർ പേരെന്താ? രണ്ട് പയ്യന്മാർ ഇങ്ങനെ റോഡിൽ തനിച്ച് നിൽക്കുന്നുണ്ടായിരുന്നേ. സാർ കഫേയിൽ വന്നാണോ? കഫേയിൽ വന്നാണോ? കഫേ ഇവിടെ കഫേ ഇല്ല. നല്ല മുകളിലെ കഫേ ഉണ്ട്. നമ്മുടെ കഫേ തന്നെയാണ്. ഇല്ല നമ്മൾ രണ്ട് ഒരു അനാഥര കണക്ക് നിൽക്കുന്നുണ്ടോ വന്നതാ. ഇല്ല അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല ബ്രോ. പക്ഷെ ബ്രോനെ കണ്ടപ്പോ ഒരു പാത്തിനെ പോലെ തോന്നി. ഒന്നും ഇല്ലാതെ നിൽക്കുന്ന രീതി തോന്നി. ഇല്ല എനിക്ക് എല്ലാം ഉണ്ട്. എന്നെ കണ്ടിട്ട് അങ്ങനെ ആരും പറഞ്ഞിട്ടല്ലോ. ഒരു ലുക്കില്ലാത്ത രീതി അതുകൊണ്ടാ. മോനെ ചന്ദ്ര ടൂൾ എടുക്കട്ടെ? വേണ്ട ഏതായി ബൊട്ട? എടാ ഞാനൊന്ന് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യാൻ പോടാ ഈ കഫേല്. നമ്മുടെ അവിടത്തെ വേറെ കാര്യങ്ങളൊന്നും വേറെ ആരും അറിയണ്ട. നമുക്കിടയിൽ തന്നെ നിന്നാ മതി. ഇതല്ല നമ്മളിവിടെ വേറെ നമുക്കിവിടെ അറിയത്തില്ല. കഫേയിൽ നിങ്ങൾ വരുന്ന ആൾക്കാർ അത്രേ ഉള്ളൂ. നിങ്ങള് ഞാൻ പറയുമ്പോ നൈസായിട്ട് കഫേയിൽ കഴിക്കാന്നുള്ള രീതിയിൽ വരണം. എന്റെ മുതലാളി ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ടാണ്. എടാ കിടില ലുക്ക് കേട്ടാ. നന്നായിട്ടുണ്ട്. നീ ചെമ്മരിയാടിന്റെ മോനാടാ നീ. കൊള്ളാം നന്നായിട്ടുണ്ട്. എടാ ഞാൻ പോയി ജോയിൻ ചെയ്യട്ടെ. ഞാൻ പറയാം ഫോൺ നമ്പരാ. ഇതാ എന്റെ നമ്പര്. ഇവിടെ എങ്ങനെ കണ്ണ് കിട്ടിയില്ലേ? കിട്ടി. ഞാൻ പറയുമ്പോ പറഞ്ഞേ. ചന്ദ്രൻ എനിക്കൂടി ജോലി വാങ്ങിച്ചോ. നിനക്ക് നാളെ പുറത്തൊക്കെ ഇടണം. അപ്പൊ നാളെ അതിന് നല്ല ടൈം എടുക്കും. അതുകൊണ്ട് നാളെ സെറ്റാക്കാം. മലയാളി ശമ്പളമൊക്കെ എങ്ങനെയാണ്? ശമ്പളമൊക്കെ അതെ മെയിൻ മുതലാളിയെ തരും കേട്ടോ. അല്ലല്ലേ മുതലാളി കണ്ടാത്തി തന്നാ മതി.
അതെ 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 അത് കണ്ടറിഞ്ഞു പിന്നല്ലേ അത് കണ്ടറിഞ്ഞു തരും നമ്മള്. ഓക്കെ ഓക്കെ. അപ്പൊ നീ നമുക്ക് നീ അങ്ങടെ റോഡില് നീ ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചിരുന്നാൽ മതി. അല്ല ഒരാൾ മെയിൻറ്റെയിൻ ചെയ്യണം, ഇവിടെ നല്ല ക്രൗഡായി വരുന്നുണ്ട്. അവിടെ വരുന്നുണ്ട്. അല്ല മുതലാളി ഞാൻ വെള്ളം കിട്ടാ അകത്ത് ഓർഡേഴ്സ് എന്നൊന്ന് കാത്തോണേ. ആ വരിക വരിക. മുതലാളി പറയണേ ഡ്രസ്സുകൾ ഊരിക. ജോലി ഞങ്ങള് പുറത്തു പോകുമ്പോ ഡ്രസ് ഇട്ടാ മതി. ആ അകത്തേക്ക് പാത്രം കഴുകാനേ. പാത്രം കഴുകുക. അകത്ത് ഒന്നും വേണ്ട. ഒന്നും വേണ്ട അല്ലേ 19 പിസ. പിസക്ക് 5 സാൾട്ട് 5 മസാല. എടാ മട്ടൻ എങ്ങനെ പാത്രം കഴുകുന്നേ ബിരിയാണി കഴിച്ചിട്ട് തുടങ്ങിയല്ലേ. അടിച്ചിട്ട് തുടങ്ങാം രാവിലെ വേണ്ട വേണ്ട അല്ലേ എടാ നീ അടിക്കുവോ ഹലോ വരിക വരിക വരിക. വരട്ടെ വരട്ടെ. ഓക്കെ മോലാളി ബിരിയാണിയോ മോലാളി എങ്ങനെ അടിക്കുവോ ചന്ദ്ര മുതലാളി അടിക്കാൻ അറിയത്തില്ല. മറ്റേ അയ്യോ നമ്മളെ അല്ല നമ്മളെ ഡ്യൂട്ടി ടൈമിൽ നീ മദ്യപിക്കാറില്ലേ എവിടെ പോലും ഞാൻ അറിയണം, മനസ്സിലായടാ? നീ എവിടെ പോലും ഞാൻ അറിയണം കേട്ടല്ലോ. ചന്ദ്ര സെക്കൻഡ് മോളിലാണ് സെക്കൻഡ് മോളിൽ ഇല്ല നമ്മളെ ഡ്യൂട്ടി ടൈമിൽ മദ്യപിക്കാറില്ല കേട്ടാ ഡേയ്. ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചു. നമ്മള് ക്ലീൻ മുതലാളി ഇല്ല മദ്യപിക്കാറില്ല. ഞങ്ങള് 2 അടിക്കാറുണ്ട്. പക്ഷെ സാധനം കുപ്പി മേടിച്ചായിരുന്നേ, അപ്പൊ അതിങ്ങനെ മാറ്റി വെച്ച. ഇല്ല നമ്മളത് മാറ്റി വെച്ച, ഷെൽഫിലോട്ട് മാറ്റി വെച്ച. അതെ അതെ ഓക്കെ ഓക്കെ. ഞങ്ങള് മട്ടൻ ബിരിയാണി 2 അടിക്കാന്ന് വിചാരിച്ച്. എന്റെ കൈ മട്ടൻ പൊറോട്ടയിലെ അടിക്കുന്നേ. അതന്നെ പൊറോട്ട അടിക്കുന്നുണ്ട്. മട്ടൻ ആദ്യം അതെ എക്സസൈസ് ഫസ്റ്റ് പിന്നെ ഈ പാത്രം കഴുകണമേ എക്സസൈസ് ഉണ്ട്. പ്ലേറ്റ് ഒന്നും പൊട്ടിക്കല്ലേ? ഇല്ല നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഒരിക്കലും ഉണ്ടാക്കത്തില്ല. മട്ടൻ ബിരിയാണിക്ക് എന്താ വേണ്ടുന്നേ? 10 പോർക്ക്, 5 റൈസ്. ഞാൻ പോട്ടെ. മെമ്മറി ആണ് കേട്ടോ. ആ ഓക്കെ. അതെ എനിക്ക് ഓർമ്മയുണ്ട്, നല്ല ഓർമ്മ. ചന്ദ്രൻ ഈ ടയർ എവിടെ വെക്കണ്ടേ? ചന്ദ്രൻ മൊലാളി ഈ ടയർ എവിടെ വെക്കണ്ടേ? ഇത് വാഷ് മെഷീൻ അടിയിരുന്ന അത് അതെ ഈ വഴി വന്നു, ഈ വഴി വന്നു. 5 പോർക്ക് 5 പോർക്ക് 2 എനിക്ക് റോള് തരുമോ? നല്ല ഓർമ്മയാണല്ലേ. കിട്ടിയില്ലല്ലോ. 10 പോർക്ക് 5 പോർക്ക് സ്റ്റാൻഡേർഡ് ഡിഷ്. 2 സാൾട്ട് 2 സാൾട്ട് 10 പോർക്കാണ്. അപ്പൊ 5 റൈസ്. ഇല്ല അപ്പൊ ഇങ്ങനെ ഹലോ സാർ വെയിറ്റർ വരൂ. സത്യം അതെ മുതലാളി ഓർഡർ എടുത്തോട്ടെ മുതലാളി. എടുത്തു നിങ്ങളുടെ കൂടെ വന്ന് അടിക്കാവുന്ന ആളെ എന്തുറ്റി ഇല്ല ആളെ ഞാനിപ്പോ വിളിക്കാം. അല്ല ബ്രോ ഹലോ അതെ ചോദിച്ചോട്ടെ. പറയൂ എന്തൊക്കെയാണ്? ഞാൻ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യാനാണ്. ഓക്കെ ബ്രോ നമ്മൾ അവിടെ ഇരുന്നാ മതി. നിങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്ത് എടുക്കും. ഇവിടെ നിങ്ങൾക്ക് 4 പേർക്ക് ഇരിക്കാം. ഇവിടെ 4 പേർക്ക് ഇരിക്കാം. ഇതിപ്പോ ഡൗൺ ടു എർത്ത് ആണല്ലോ ദേമേ. ഇതിപ്പോ എങ്ങനെ ഇരിക്കും? പീറ്റർ പന്ന കഴിവറ எனக்கு உட்காந்து பழக்கம் இல்ல சார். எனக்கு ஃபுட் கையில கொடுத்து சந்திரா பேர் என்ன? என் பேர் சந்திரமணி. சந்திரமணியா? ஓகே. ஃபுட் தரீங்களா? தரேன் சார். അവിടെ ഇരിക്കണം. അവിടെ ഇരുന്ന് ഞാൻ കൊണ്ടുവരാം. ബ്രോ അവിടെ ഇരിക്കും. ബ്രോ ഹലോ ബ്രോ എന്താ കഴിക്കാനുള്ളേ? സാർ ഞങ്ങൾക്ക് കഴിക്കാനാണ്. ഒരു സെക്കൻഡ്. ഓക്കെ ചിക്കൻ റാഫ്. AC ഓണാക്കാതെ കഴിക്കത്തില്ല. കൊലയാടി കഷ്ടപ്പാട്.
ബ്രോ എന്താ കഴിക്കാനുള്ളേ? സാർ ഇവിടെ ബീഫ് ബോക്കി ചോയുണ്ട്, ചിക്കൻ റാപ്പ്, ഡ്രാഗൺ ഫയർ, ഫോർച്യൂൺ ഫ്രൈസ്, ജെൻ ടിയസോ ഡ്രം സ്റ്റിക്, ജാസ്മിൻ ഐസ്ഡ് ടീ. ഇതെല്ലാം ബ്രോ ഒന്ന് പയ്യെ ആ ഓക്കെ, ഞങ്ങളത് അങ്ങനെ അങ്ങനെ പറഞ്ഞ് 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 പഴകിയതുണ്ടേ. ഒരു മിനിറ്റ്. അയ്യേ കുസു നിങ്ങള് ഫുഡ് മോനെ പന്ന ഒരു ഡേർട്ടി സാർ സോറി ഫോർ ദ ഡിലേ. ഒരു സെക്കൻഡ് നിങ്ങള് സാർ ഇതുപോലെ വലിയ ഞാൻ ലിസ്റ്റ് എടുത്ത റേഡിയോ സാർ എന്താ കഴിക്കാൻ? സാർ കഴിക്കാനുള്ള സാധനങ്ങൾ ലിസ്റ്റ് ചെയ്യാന്ന് പറയാം. സാർ ഇവിടെ ബീഫ് ആൻഡ് ബോക്ക് ചോയ് ഉണ്ട്, ചിക്കൻ റാപ്പ് ഉണ്ട്, അതുപോലെ ആരാ സൗണ്ട് ഉണ്ടാക്കുന്നത്? ആരാവശ്യം ഉണ്ടാക്കുന്നത് അവിടെ? ഞാനല്ല അകത്ത് സോറി പൈപ്പിലേക്ക് അതാ. ഓക്കെ. ഡ്രാഗൺ ഫയർ, ഫോർച്യൂൺ ഫ്രൈസ്, ജെൻ ടിയസോ ഡ്രം സ്റ്റിക്, ജെൻസോ അത് പുതിയ ജെൻസി പിള്ളേരുടെ ഒരു പ്രത്യേക ഫ്ലേവർ, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലേവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സാർ. ഓക്കെ. അടുത്ത ജാസ്മിൻ ഐസ് ടീ. ജാസ്മിൻ ജാസ്മിൻ നമ്മുടെ ജാസ്മിൻ ചേച്ചിയുടെ എട്ട്. ഓക്കെ. പിന്നെ ഓക്കെ, നിങ്ങൾക്ക് സെൽഫ് സർവീസ് ആണ് സാർ. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓർഡറെല്ലാം ഞങ്ങൾ അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് വന്നിട്ട് കളക്ട് ചെയ്യുമെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. 10 ജാസ്മിൻ എടുത്തു. 10 ജാസ്മിൻ. ഓക്കെ. സ്പെഷ്യൽ ബർഗർ ഉണ്ട്, മട്ടൻ ബിരിയാണി ഉണ്ട്, ലൈസോഡ, പിസ്സ സ്ലൈസ്, മട്ടൻ ബിരിയാണി. സാർ വോണ്ടൻ സൂപ്പ് ഉണ്ട്, വോണ്ടൻ സൂപ്പ്. അതെന്താ, അതെങ്ങനെ ഉണ്ടാക്കുന്ന സൂപ്പ്? അതായത് ഈ ഒട്ടകത്തിന്റെ അതായത് വലിയ അധികം പ്രായമില്ലാത്ത ഒട്ടകത്തിന്റെ കാല് നമ്മള് അമ്മിയിലിട്ട് ഇടിച്ച് പിഴിഞ്ഞ് അതിനെ നമ്മള് നല്ല മസാലയും സ്പൈസസ്, നമ്മുടെ ആഫ്രിക്കൻ മസാലയൊക്കെ ഇട്ട് സ്പൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക സൂപ്പാണ് സാർ. ഇതാണ് ഈ വോണ്ടൻ സൂപ്പ്. ഈ ഒട്ടകം മുറ്റിയതാണോ? മുറ്റാത്ത. അതിന് 10 എടുത്തേക്ക്. അത് 10. ഒട്ടക പക്ഷിയുടെ മുട്ടയില്ല. ഇവിടത്തെ സാധാരണ നമ്മുടെ നാടൻ കോഴിയുടെ ഇതുണ്ട്, നാടൻ കോഴി പെരട്ട്, നാടൻ കോഴി മുട്ട. ഉണ്ടോ? പിന്നെ സാർ നാടൻ കോഴി പെരട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇത് സാർ വന്ന കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അത് തീർന്നുപോയി. ഉടനെ അപ്ഡേറ്റ് ചെയ്യാം. എനിക്ക് മറ്റേ സാധനം ജാസ്മിനെ അങ്ങനെ ജാസ്മിൻ ചേച്ചിയുടെ ഐസ് ടീ. വേറെന്താ ഉള്ളത്? വേറെ സ്പെഷ്യൽ ഐറ്റം? നിങ്ങൾ സ്പെഷ്യൽ ഐറ്റംസ് എന്താ? സ്പെഷ്യൽ ആയിട്ട് നമുക്കുള്ള സാധനം എന്ന് പറഞ്ഞാൽ പഴംപൊരി ഉണ്ട്, പിന്നെ ഉഴുന്നുവട, നമ്മുടെ നാടൻ ഉഴുന്നുവട, പഴംപൊരി, ഉഴുന്നുവട ഉണ്ടല്ലേ, പിന്നെ ഡ്രാഗൺ കോക്ക് ഉണ്ട് സാർ. ഡ്രാഗൺ കോക്ക് ഉണ്ട്. അത് വലിയ കോക്കാണ് സാർ. അത് കോക്ക് വേണ്ട, മാറിയിക്കേ. അത് പാത്രം കഴിഞ്ഞിട്ട് പെട്ടെന്ന്. പിന്നെ നല്ല പിന്നെ പൊറോട്ട ബീഫ്. പൊറോട്ട ബീഫ് എടുക്കട്ടെ പിള്ളേരെ? 12 പൊറോട്ട ബീഫ് എടുത്തു. 12 സാർ. എത്ര പൊറോട്ട, എത്ര ബീഫ് സാർ? എനിക്ക് 5 പൊറോട്ട. അപ്പൊ 5 3 8 പിന്നെ 40 പൊറോട്ട എടുത്തു. 10 പ്ലേറ്റ് കറി. ഉറപ്പായിട്ടും. ഷോ സാർ, താങ്ക് യു സാർ. വേറെ ഒന്നും വേണ്ടല്ലോ? ഓക്കെ അല്ലേ? വേറെ ഒന്നും വേണ്ട. ഇടയ്ക്കിടയ്ക്ക് വരും. ഓക്കെ. അവനെ കൊണ്ട് അടുപ്പിക്കുക ഞാൻ കുട്ടിയാൻ. അവനെവിടെ? ഹലോ ആരാ? പുള്ളിക്ക് ഫുഡ് കൊടുക്കാൻ പാവം. പൈസ ഇല്ല ബ്രോ. ഇത് ഞങ്ങള് പുതിയ ട്രൈ ചെയ്ത സാധനം, അതങ്ങോട്ട് തരാം. അതെ ബ്രോ, ഇത് അലോഡല്ല കിച്ചണില്. ഇന്ന് കഴിച്ചു നോക്കൂ. കിച്ചൺ കാണാൻ പറ്റത്തില്ല സാർ. കിച്ചൺ കാണാൻ പറ്റത്തില്ല. നോട്ട് അലൗഡ് ആണ് പ്ലീസ് സ്റ്റാഫ്. അത് നമുക്ക് അല്ലല്ല, ഹൈജീൻ ആണ്. നിങ്ങൾക്ക് കഴിച്ചിട്ട് അറിയാൻ വേണ്ടിട്ട്. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? ഫീലിംഗ് ഗുഡ്? ഓക്കെ. വിശപ്പ് മാറിയില്ലേ? ഹലോ സാർ, എന്താ വേണ്ടേ? സാർ കഴിക്കാൻ ഇവിടെ നല്ല ഉഴുന്നുവടയും തൈര് സാധനം ഇருக்கு സാർ. സാർ നല്ല ഉഴുന്നുവടയും തൈര് സാധനം ഇருக்கு സാർ. സാർ നല്ല ശുദ്ധமான തേങ്ങ എണ്ണയിൽ പോട്ട പഴംപൊരി. എന്താ പഴംപൊരി വേണം?
പഴംപൊരി ഇത് പിന്നെ സ്പെഷ്യൽ വെജ് ആയിട്ടുള്ള ബർഗർ ഉണ്ട് സാർ. വെജ് ബർഗർ ഓക്കെ. യെസ് 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 സാർ യു വിൽ ലൈക്ക് ഷുവർ സാർ. സാർ ഓക്കെ സാർ. അപ്പൊ ഞങ്ങൾ സാർ സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സാറിന് ഇവിടെ നിന്ന് ബൈ ചെയ്യാൻ പറ്റും സാർ. ഫ്രഷ് ആയിട്ട് ഇപ്പൊ ഇതിനകത്തോട്ട് വെച്ചാണ് സാർ. ഫ്രഷ് ആയിട്ട് ഹലോ സഹോദര. ഹലോ സാർ വെയിറ്റ് ഫ്രഷ് ആയിട്ട് 4 പൊറോട്ടയും കുറച്ച് ബീഫും മേടിച്ചതാ. സാർ ഒരു പൈനാപ്പിൾ ജ്യൂസ് എടുക്കട്ടെ. പൈനാപ്പിൾ ജ്യൂസ് മതിയല്ലേ? ചന്ദ്ര ഈ തിണ്ടികളൊക്കെ അവന്റെ കണ്ണാക്കി കുത്തി കൊടുക്കും. 10 പൊറോട്ട അവ അടിക്കാൻ വിളിച്ചാൽ അവിടെ പൊറോട്ട അടിക്കാൻ അവൻ പോയി. എന്നിട്ട് ചന്ദ്ര ഒറ്റക്ക് അടിക്കേണ്ടി വരും കേട്ടാ. ഡീൽ ചെയ്യാൻ വീട്ടിൽ. അതെ സാർ എക്സ്ക്യൂസ് മീ എല്ലാവരും ഒന്ന് കിച്ചനാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഹലോ. അതെ നമുക്ക് 10 കിലോ ബീഫ് വേണം. ബീഫ് അല്ല സാർ. സാർ കിച്ചനാണ് സാർ. സാർ നോട്ട് അലൗഡ്. മനസ്സിലായില്ലേ? ഞാൻ ഒരു 10 കിലോ ബീഫ് ഓർഡർ ചെയ്യണേ. നമ്മുടെ ഇത് ബർഗറിൽ വെച്ചടിക്കാൻ. അല്ലല്ല അതെ ഒരു 10 കിലോ സ്റ്റോക്ക് ആഡ്. ഹലോ സാർ പറഞ്ഞോളൂ. സാർ സ്റ്റോക്ക് സ്റ്റോക്ക് ആയിട്ടുണ്ട് സാർ. സ്റ്റോക്ക് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് മേടിക്കാം. ഓപ്പൺ മാർക്കറ്റ്. ഹലോ ബ്രോ എന്നെ 10 പൊറോട്ട എന്നെ 4 പൊറോട്ടയും ബീഫും. സാർ ഉഴുന്നോടെ താഴുണ്ട് സാറേ. താഴുണ്ട്. ഷോപ്പ് തുറക്കാൻ പറ്റുന്നില്ല. ഹലോ ബ്രോയുടെ പേരെന്തുവാ? ബ്രോ ഇവിടെ കുറെ പേരുണ്ട്. എന്റെ പേര് ചന്ദ്രമണി. ആ ചന്ദ്രമണി. എനിക്ക് 4 പൊറോട്ട. ചന്ദ്രനാണ്. ഷോപ്പ് തുറക്കാൻ പറ്റുന്നില്ല. 4 പൊറോട്ട എനിക്ക് കിട്ടിയില്ല. ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട് സാർ. ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് മേടിക്കാം. തുറക്കാൻ പറ്റുന്നില്ല. കിട്ടി. ചന്ദ്രനെ എവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇപ്പൊ വന്നോളൂ. കുറച്ച് ഉഴുന്ന് വട. കൊള്ളാം. ഉഴുന്ന് വട സാർ. ഇരുന്ന് കഴിക്കണം. പഴംപൊറി. സാർ ലൈറ്റ് കട. സാർ ലൈറ്റ് കട മൊത്തം ഉണ്ട്. പിന്നെ സിഗയില്ലേ? സിഗരറ്റ് ഈസ് നോട്ട് അലൗഡ്. സോറി ഇത് അലൗഡ് അല്ല. ഇവിടെ അലൗഡ് അല്ല. എനിക്ക് ബീഫ് കിട്ടിയില്ല. പൊറോട്ട ബീഫ് ഇവിടെ നിറച്ചിരിപ്പുണ്ട്. അല്ല ഞാൻ കാണിച്ചുതരാം. സാർ ഇവിടെ ഞങ്ങൾ സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് നോക്കിയാൽ ഇതിൻ്റെ അകത്ത്. അതെ നോക്കിയോ. അതെ മുതലാളി ഒന്നവർക്ക് പറഞ്ഞു കൊടുക്കാവോ മുതലാളി? ഹലോ ചന്ദ്ര ബ്രോ ഒരു ഓറഞ്ച് ജ്യൂസും കൂടെ 2 ജാസ്മിൻ ടീ മതിയോ സാർ? അല്ല ഓറഞ്ച് ജ്യൂസ് മതി. ഓറഞ്ച് നമ്മൾ പറിക്കാൻ പോയിട്ടുണ്ട് മരത്തിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് മതിയോ? അത് കഴിഞ്ഞിട്ട് മതി. പറിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ അടിച്ച് ബ്രോ ആണെങ്കിൽ ഉഴുന്നോണ്ട് ഉണ്ടാക്കിയേ. അതെ മൊരിഞ്ഞ് തോളയൊക്കെ കറക്റ്റ് അളവിനാ ബ്രോ ചെയ്തേക്കണേ. കൊള്ളാം കേട്ടാ. എണ്ണ ചൊവയൊന്നും ഇല്ല കേട്ടോ. ഹലോ ചന്ദ്രൻ ബ്രോ അടിച്ച് കുപ്പിയിലേക്ക് തന്നാ മതി. പിന്നെ ബ്രോ നിങ്ങൾ ബെറോട്ട വേണം, കുപ്പി വേണം. ഇത് സാർ നമുക്ക് ഗൂഗിൾ റിവ്യൂ തന്നെ എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ട് റിവ്യൂ അവിടെ മുതുക്കിലെന്ന് എല്ലായിടത്തും പറയണേ. എന്റെ പേര് ചന്ദ്രൻ. ഇതാണ് മുതലാളി. മുതലാളി. ഇല്ല ഞങ്ങള് കുക്ക്. ഫുഡ് കൊള്ളാം കേട്ടോ ബ്രോ. ഫുഡ് കൊള്ളാം. ഫുഡ് കൊള്ളാം കേട്ടോ. ബീഫൊക്കെ വല്ല മൃദു പോലെ ഇരിപ്പുണ്ട്. നല്ല ശരിക്കും പൊറോട്ട ഒക്കെ വല്ല ഫ്ലഫിയോ? നല്ല സോഫ്റ്റ് വലിക്കുമ്പോഴൊക്കെ ഇരിക്കുന്നു. ഓ അതൊക്കെ അത് നമ്മുടെ ഒരു സ്പെഷ്യൽ ഒരു ഇതാണ്. എക്സ്ട്രാ ഒരു ആഡിങ്സ് കൈപ്പുണ്യാണ്. കൈപ്പുണ്യാണല്ലേ? നമ്മളിങ്ങനെ ഓർഡർ വന്നാ തരോ? വീട്ടിൽ ഡെലിവറി ചെയ്യോ? വീട്ടിൽ ഡെലിവറി. ഓക്കെ സാർ. അപ്പൊ നിങ്ങൾ പോയിട്ട് എന്തായാലും താങ്ക് യു ഫോർ കമ്മിങ്. ശരി.
നമ്മള് നെഗറ്റീവും എല്ലാം സ്പോട്ട് ചെയ്തിട്ടുണ്ട് ബ്രോയുടെ കസ്റ്റമേഴ്സിനായിട്ടുള്ള സംസാരവും റേറ്റ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തായാലും താങ്ക് യു